അസ്സലാമലൈക്കും. എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. നമുക്ക് വന്നിട്ടുള്ളത് 2 സേഫിൻ്റെ ലോക്കാണ്. ഇതിന് ചാവില്ല, കസ്റ്റമറിൽ നിന്ന് ചാവി വീണ് പോയതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചാവി ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. കുറച്ച് ലോങ് വീഡിയോ ആയിക്കാരം, കാരണം എല്ലാം ഉൾപ്പെടുത്താൻ പറ്റുമോ അറിയില്ല. അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ക്ലിപ്പ് ഉണ്ടാവും, അത് ഓപ്പൺ ആക്കുക. നമുക്ക് ഓപ്പൺ ആക്കേണ്ടത് ഈ ഏരിയ ആണ്. ഇവിടെ നമ്മൾ എന്താക്കും, മെല്ലെ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് തിക്കി മേലൊക്കെ പൊക്കിയെടുക്കുക. അതിൻ്റെ ഉള്ളിലാണ് ലിവർ ഉണ്ടാവുക. ഞാൻ അവിടെ ഫോൺ വെക്കാൻ പറ്റുമോ അറിയില്ല, ഞാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വെക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് മെല്ലെ അടിച്ചിട്ട് ഊരുക ചെയ്യുക. ഈ സാധനം ഓപ്പൺ ആക്കും. ഓക്കെ, കാണുന്നുണ്ടാവില്ലേ? ഇനി ഓപ്പൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം, കാരണം ഇവിടെ ഫോൺ വെക്കാനുള്ളൊരു സ്ഥലമില്ല. ആക്കി വെച്ചിട്ടുണ്ട് ഈ സൈഡ്. അവിടെ നിന്നൊക്കെ അങ്ങനെ ക്ലിപ്പ് കൂത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോരും. മെല്ലെ അത് ഓപ്പൺ ആക്കി എടുക്കുക. ഇതിപ്പോൾ സിമ്പിളായതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പോകുന്നത്. ഇത് കസ്റ്റമർ ഷോപ്പിലേക്ക് ഊരി കൊടുക്കുന്നതാണ് ഈ ലോക്ക്, അതുകൊണ്ടാണ് ഓപ്പൺ ആക്കണമെന്നും കാണിക്കാത്തത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ലിവറുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടൂല, സെപ്പറേറ്റ് ഈ സാധനങ്ങളൊന്നും വാങ്ങാൻ കിട്ടൂല. അപ്പോൾ അത് മെല്ലെ ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട്. മെല്ലെ എന്താക്കുക, അങ്ങനെ പൊക്കുക. ഓക്കെ, ഈ ലിവറുകളൊന്നും കളയരുത്. ഈ ലിവറുകൾ ഇതേപോലെ എടുത്ത് വെക്കണം. ഈ സാധനം കളയരുത്, ഇതൊന്നും നമുക്ക് വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സാധനം ഇങ്ങോട്ട് ഊരാൻ കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫങ്ഷന്. ഇതെന്താക്കണം, തിരിയുമ്പോഴാണ് ഇവിടെ ബാക്ക് തിരിയുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ചായയിട്ടിട്ട്, ഇപ്പോൾ ഇത് ലിവറൊന്നും ഇല്ലെങ്കിൽ ഈ സാധനം വെറുതെ ഏത് ചായ ഇട്ട് കഴിഞ്ഞ് തിരിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ തിരിയും. ചാവിന്നല്ല, എന്തൊരു സാധനം ഇട്ട് തിരിച്ചാലും തിരിയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, അങ്ങനെ ഒന്നും ചെയ്ത് കൊടുക്കാൻ പാടില്ല, കാരണം കസ്റ്റമർ സേഫിൻ്റെതാണ്. സേഫിൻ്റെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യണം, ഒരു ലിവർ പോലും കളയാൻ പാടില്ല. അതേപോലെ നമ്മളതിൻ്റെ ലിവറുകൾ എന്താക്കണം, കറക്റ്റ് കുറച്ച് ടഫായിട്ടുള്ള ചാവി തന്നെ ഉണ്ടാക്കണം, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. എന്താക്കി ചാവി, ഇപ്പോൾ ഇതാണ് അതിൻ്റെ ചാവി. ഈ ചാവി അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, അപ്പോൾ ചെറിയ തിക്നെസ് വ്യത്യാസം ഉണ്ടാവും. ചിലതിൻ്റെ ഉള്ളിൽ കയറും, ചിലപ്പോൾ നമ്മൾ എന്താക്കുക, ഇങ്ങനെ വെച്ചിട്ട് 2 സൈഡും ഒന്ന് തേച്ച് കൊടുക്കുക. ചാവി തേച്ചിട്ട് വെച്ച് നോക്കുക, കറക്റ്റ് ഉള്ളിൽ കയറുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ഉള്ളിൽ കയറി. അങ്ങനെ നമുക്ക് 2 ലോക്ക് ഉണ്ട്, ഇതും ഉണ്ട്. അപ്പോൾ ഇതിന് ഒരു ചാവി എന്താക്കുക, തേച്ച് വെക്കുക. ഇതിൻ്റെ ഉള്ളിലേക്കും ചാവി കയറുന്നുണ്ട്. ഇപ്പോൾ അത് തിരിയുന്നില്ല, ഉണ്ടല്ലേ, തിരിയൂല. ഇത് നമ്മൾ ഊരിയിട്ടില്ല, ഇത് നമ്മൾ ഊരിയതാണ്. എല്ലാ സാധനവും ഊരി വെച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ചാവിക്ക് എന്താക്കും, ഈ ഓരോ ലിവർ ഇട്ടിട്ട് നമ്മളിപ്പോൾ ഇത് കണ്ടോ, അതിപ്പോൾ ചെറിയ ടൈറ്റ് ഉണ്ട്, നമുക്ക് തിരിക്കുമ്പോൾ തന്നെ ടൈറ്റാണ്. മറ്റേതുപോലെ സ്മൂത്തായിട്ട് പോകണില്ല, അങ്ങനെ സ്മൂത്തായിട്ട് പോകണില്ല. അപ്പോൾ ഈ ലിവർ ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഈ ലിവറുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിൽ ഇട്ട് കൊടുക്കും. ഒന്ന് ഇടവിട്ടൊക്കെ ലിവറുകൾ ഇടുക. അതായത് വലിയ ലിവർ വരുന്നതിൻ്റെ വലിയ കട്ടിങ് വേണമല്ലോ, അല്ലെങ്കിൽ ഫുള്ള് ഒരു ചാവി എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്പൺ ആയി പോകും. അതിനാണ് പറഞ്ഞത് ഇത് വേറെ 2 സെപ്പറേറ്റ് ആക്കി വെക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങോട്ട് തിരിയുന്നില്ല, അങ്ങോട്ട് മാത്രമേ തിരിയണുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ ചെറുതായിട്ട് പൊന്തി കിടക്കുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ടോ, നിങ്ങൾക്ക് ചെറുതായിട്ട് കണ്ടോ പൊന്തി കിടക്കണ്ടില്ലേ ഈ ഭാഗം. അപ്പോൾ നമ്മളത് താത്തണം. അതിനെന്താക്കുക, നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് ഒരു ചെറുതായിട്ട് ചാവിമേ നമ്മൾ ഹോളിടുക. അങ്ങനെയാണ് ചാവി ഉണ്ടാക്കുക. ഓക്കെ, നമുക്ക് കട്ട് ചെയ്യേണ്ട ചാവി എന്താക്കുക, അവിടെ മെഷീൻ്റെ അവിടെ വെക്കുക. മെഷീൻ്റെ മേലെ ഞാൻ വെച്ചിട്ടുള്ളത് ഫോണ്. അപ്പോൾ കറക്റ്റ് വർക്കിംഗ്, കറക്റ്റ് വീഡിയോ കാണാൻ പറ്റുമോ എന്നുള്ളത് ഇവിടുന്ന് കട്ടിങ് ഇവിടുന്നാണ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് കിട്ടുമോ എന്നുള്ളത് അറിയില്ല. നമ്മൾ എന്താക്കണം, ആദ്യം ഈ ഒരു ഏരിയ എന്താക്കാമെന്ന്
എവിടെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് ഒരു ചെറിയൊരു മാർക്ക് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ മാർക്ക് ചെയ്തത് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തിക്കാണ്. ഇവിടെ കട്ട് ചെയ്യണം, റൗണ്ട് വന്നാണ്ടില്ലേ. അപ്പോൾ ഈ സാധനം കറക്റ്റ് താന്നിട്ടുണ്ട്. കറക്റ്റ് നമുക്കൊരു തുള്ളി കാണുന്നില്ലല്ലോ, അതിനനുസരിച്ച് താത്തി കൊടുക്കുക. പൊന്തിക്കണതിനനുസരിച്ച് താത്തി കൊടുക്കുക. ഓക്കെ, ഇതുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഭാഗത്ത് കണ്ടില്ലേ, ഇത് കുറച്ച് പൊന്തിക്കണം, കണ്ടില്ല, നല്ലോണം പൊന്തിക്കണ്ട. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്താക്കണം, അടിയിലിടുന്ന ഹോൾസിൻ്റെ ആയം കൂട്ടണം. നേരെ എന്താക്കണം, കുറച്ച് ഒരു മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഓരോ മാർക്ക് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെന്താക്കി, ഓരോ ലിവറുകളും ഒരു സൈഡത്തത് ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ കട്ട് ചെയ്യണം. ഇവിടെ ഇതാക്കിയ പോലെ തന്നെ ഓരോ ഇതിട്ടിട്ടും കീ ഹോൾ നമുക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ചാവി ഇങ്ങനെ ഇടുമ്പോൾ മാത്രമേ വർക്കാവുള്ളൂ. ഒരു സൈഡ് മാത്രം കട്ട് ചെയ്താൽ തിരിച്ച് ചെയ്യുമ്പോൾ വർക്കാവില്ല. ഏതെങ്കിലും ഒരു കട്ടിങ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചിടുമ്പോഴും വർക്കാവില്ല. അപ്പോൾ നമ്മൾ എന്താക്കണം, രണ്ട് സൈഡും ഒരേമാതിരി കട്ട് ചെയ്യണം. ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഞാൻ മറ്റേ സൈഡ് കട്ട് ചെയ്തതിന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെല്ലാതും കട്ട് ചെയ്ത് കറക്റ്റ് ലെവലാക്കി കൊടുത്ത് ഇനി നമ്മൾ എന്താക്കുക, ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് പറഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റാണോ അല്ലേ എന്നുള്ളത്. ഇപ്പോൾ കറക്റ്റ് വർക്കിംഗ് ആണ്. അതിൻ്റെ ലിവറും ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കുക. നമുക്ക് എന്താക്കുക, ഓപ്പോസിറ്റ് സൈഡും പാടുണ്ട്, ഈ സൈഡും പാട് കട്ട് ചെയ്തിട്ട് ലിവറും ഇതൊക്കെ ഇട്ടിട്ട് ചെക്ക് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. ഓപ്പോസിറ്റ് സൈഡ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് ഈ ഒരു ഭാഗമാണ്, ഈ ഒരു ഏരിയയാണ്. അപ്പോൾ നേരെ തിരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഭാഗത്ത് നമ്മൾ എന്താക്കുക, മാർക്ക് ഇട്ടേക്കുക. എല്ലാത്തിനും മാർക്ക് ഇടുകയാണെങ്കിൽ എന്തൊരു പെൻസിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇടുക. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം എടുത്തിട്ട് അപ്പം എന്താണോ കിട്ടുന്നത് അതാക്കുക. ഇങ്ങനെ പ്രസ്സാക്കി പിടിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഇടുക. എല്ലാത്തിൻ്റെയും ഒന്ന് മാർക്ക് ഇട്ടാൽ മതി, എന്നാൽ പിന്നെ എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം മാർക്ക് ഇട്ടത്. ഇപ്പോൾ കണ്ട, നമ്മൾ അതിൻ്റെ ഇപ്പുറത്തും ചെറിയൊരു മാർക്ക് വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. ചെറിയൊരു മാർക്ക് റൗണ്ട് വന്നിട്ടുണ്ട്, കണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ ഇതിട്ടാൽ കറക്റ്റായിരിക്കും. ഓക്കെ, ഇനി ഇതിൽ ഓരോ ലിവർ നമ്മൾ ഇട്ട് നോക്കും. ഇട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്യും. പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ നമ്മൾ ഫസ്റ്റത്തെ കട്ടിങ് ചെറുത്, രണ്ടാമത്തേത് വലുത്, മൂന്നാമത്തെ ചെറുത്, നാലാമത്തെ വലുത്, അഞ്ചാമത്തെ ചെറുത്, അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നേരെ എന്താക്കുക, ഓപ്പോസിറ്റ് കൊടുക്കുക. അതായത് ഫസ്റ്റത്തേത് വലുത്, രണ്ടാമത്തെ ചെറുത്, മൂന്നാമത്തെ വലുത്, അല്ല ഫസ്റ്റത്തെ നേരെ എന്താക്കുക, ഏറ്റവും വലിയ ലിവർ നോക്കിയിട്ട് എടുക്കുക. ലിവർ ഇവിടെ ഇട്ടെടുക്കുക. അപ്പോൾ അതുണ്ടാവും ഒരുപാട് പൊന്തിക്കുണ്ട്. അപ്പോൾ എന്താക്കുക, നമ്മൾ ഫസ്റ്റത്തെ കുയ്യ് എന്താവും, വലിയ കുയ്യാക്കണം, വലിയ ഹോളാക്കണം. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്ത് ഇതിൻ്റെ ചാവിയൊക്കെ കറക്റ്റ് കട്ട് ചെയ്ത് ലിവറുകളൊക്കെ ഇടാണ്. ഇതാണ് ഇതിൻ്റെ ചാവി വരുന്നത്. ഓക്കെ, ചാവിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക.